ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് +1 ഹിസ്റ്ററിയുടെ അഡീഷണൽ ടെക്സ്റ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഓറിജിൻ ഓഫ് ഹ്യൂമൻസ്. ഈ ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് ഈ ഒരു വീഡിയോ. ലാസ്റ്റ് പാർട്ട് കൂടിയാണ് കേട്ടോ. നമുക്കിന്ന് നോക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ലൈഫ് ഓഫ് ഏർലി ഹ്യൂമൻസ് ആണ്. ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ്. അതായത് നമ്മുടെ ആദ്യകാലത്തുള്ള മനുഷ്യരുടെ ജീവിത രീതി എങ്ങനെയായിരുന്നു എന്നുള്ളതെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിനകത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഇവിടെ പഠിക്കാനുള്ളത് നമ്മുടെ മനുഷ്യന്മാർ എങ്ങനെയൊക്കെയായിരുന്നു അവർ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള അല്ലെങ്കിൽ എങ്ങനെയൊക്കെയായിരുന്നു അവർ ഫുഡ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്, ഭക്ഷണം എങ്ങനെയൊക്കെ ശേഖരിച്ചിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അത് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എഴുതേണ്ടത് ഈ 4 ബുള്ളറ്റ് പോയിൻറ്റ്സ് ഉണ്ടല്ലോ, ഈ പോയിൻറ്റ്സ് ആണ്. ഈ 4 രീതിയിലൂടെയാണ് ആദ്യകാലത്ത് മനുഷ്യന്മാർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്നാമത് ഗ്യാതറിംഗ് ആണ്. ഓക്കെ, ഗ്യാതറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശേഖരിക്കലാണ്. ഇപ്പം പഴവർഗ്ഗങ്ങളായിക്കോട്ടെ, പച്ചക്കറികളായിക്കോട്ടെ, ഇതെല്ലാം എന്താണ്, ശേഖരിക്കുന്നതിലൂടെ അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത് ഹണ്ടിങ് വരുന്നുണ്ട്. എന്ന് പറയുമ്പോൾ എന്താണ്, വേട്ടയാടി അവർ ഭക്ഷിച്ചിട്ടുണ്ടായിരുന്നു. മൂന്നാമതായിട്ട് സ്കാവഞ്ചിങ് വരുന്നുണ്ട്. സ്കാവഞ്ചിങ് എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ, ഈ ചത്ത മൃഗങ്ങളുടെ എന്താണ്, ചത്ത മൃഗങ്ങളുടെ മാംസമാണ് ആ സ്കാവഞ്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, അത് അവർ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ്, ഫിഷിങ്ങും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ്, മീൻപിടുത്തവും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഗ്യാതറിങ്, ഹണ്ടിങ്, സ്കാവഞ്ചിങ്, ഫിഷിങ്, ഇത് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത് കാണുന്ന ക്വസ്റ്റ്യനാണ്. പിന്നെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഈ ഒരു ചോദ്യം ചിലപ്പോൾ 4 മാർക്കിനൊക്കെയാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. അപ്പോൾ അന്നേരം 4 മാർക്കിന് ചോദിക്കുമ്പോൾ വെറുതെ ഈ ഒരു 4 പോയിൻറ്റ്സ് മാത്രം ബുള്ളറ്റ് പോയിൻ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്കൊരു 2 മാർക്കാറ്റ് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഫുൾ മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഗ്യാതറിങ് എന്ന് എഴുതിയിട്ട് ജസ്റ്റ് ഒരു സെൻറ്റൻസിൽ അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. ഫുഡ് ശേഖരിക്കുന്നതാണ്, കളക്ട് ചെയ്യുന്നതാണ് ഈ ഗ്യാതറിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കളക്ട് ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു സെൻറ്റൻസിൽ എഴുതാൻ ശ്രമിക്കുക. ഇപ്പോൾ ഹണ്ടിങ് എന്ന് പറയുമ്പോൾ അവർ വേട്ടയാടുന്നതാണ് ഉദ്ദേശിക്കുന്നത്. സ്കാവഞ്ചിങ് എന്ന് പറയുമ്പോൾ എന്താണ്, അത് ഫിഷിംഗ് എന്താണ്, അങ്ങനെ നമ്മൾ ഒരു സെൻറ്റൻസ് ആയിട്ട് അതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് ഒരു സെൻറ്റൻസിൽ കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൂടി എഴുതി കഴിഞ്ഞാൽ നമുക്ക് 4 മാർക്കും നമുക്കവിടെ കിട്ടത്തുള്ളൂ. ഓക്കെ, അടുത്ത് പറയുന്ന കാര്യം, നമ്മൾ എങ്ങനെയാണ് അവർ ഫുഡ് കണ്ടെത്തുക എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞല്ലോ. അടുത്ത് പറയുന്നത് ഇവർ താമസിക്കുന്ന സ്ഥലത്തെ പറ്റിയിട്ടാണ്. ആദ്യകാലത്ത് മനുഷ്യർ താമസിച്ചിട്ടുണ്ടായിരുന്ന സ്ഥലത്തെ പറ്റിയിട്ടാണ് നമ്മളിവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മളിന്ന് താമസിക്കുന്ന പോലെ വീടുകളിലൊക്കെ ആയിരിക്കുമോ താമസിച്ചിട്ടുണ്ടാവുക? അല്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. എന്തായാലും ഫുഡ് റിസോഴ്സസ് എന്ന് പറയുമ്പോൾ ഭക്ഷണം ഏറ്റവും കൂടുതൽ സ്ഥലം എവിടെയാണോ ഉള്ളത് അവിടെയായിരുന്നു ഇവർ കൂടുതലും താമസിച്ചിട്ടുണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഫുഡ് റിസോഴ്സസ്, ഭക്ഷ്യ വിഭവങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന സ്ഥലത്തായിരുന്നു ആദ്യകാലത്ത് മനുഷ്യന്മാർ എന്ത് ചെയ്തത്, താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി താമസിക്കുന്നത് എങ്ങനെയാണ്, എന്തിലാണ് താമസിക്കുന്നത്? കൂടുതലായിട്ടും കേവ്സിലൊക്കെ ആയിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. എന്ന് പറയുമ്പോൾ ഗുഹകളിലും ഒക്കെ ആയിരുന്നു ഇവർ താമസിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫുഡ് റിസോഴ്സസ് ഏറ്റവും കൂടുതലുള്ള സ്ഥലത്ത്, പ്രത്യേകിച്ചും കേവുകളിൽ, ഗുഹകളിലൊക്കെ ആയിരുന്നു ആദ്യകാലത്ത് മനുഷ്യന്മാർ എന്ത് ചെയ്തത്, അവർ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ ആണല്ലോ. അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത്, ഇതെപ്പോഴും 1 വേർഡിന് ചോദിക്കുന്നതാണ്, ലസററ്റ് കേവ്. ഫ്രാൻസിലാണ് ലസററ്റ് കേവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ലസററ്റ് കേവ് എന്ന് പറയുന്നത് പണ്ട് കാലത്ത് മനുഷ്യന്മാർ താമസിച്ചിരുന്ന ഒരു ഗുഹയാണ്. അപ്പോൾ ഈ ലസററ്റ് കേവ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ, ആദ്യകാലത്ത് മനുഷ്യന്മാർ താമസിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഗുഹയാണ് ലസററ്റ് കേവ് എന്ന് പറയുന്നത്. ഈ ലസററ്റ് കേവ് എവിടെയാണെന്നുള്ളത് ചോദിക്കും. ഫ്രാൻസ് ആണ്. ഓക്കെ, ലസററ്റ് കേവ് ഫ്രാൻസ് ആണ്, അത് ഓർത്തിരിക്കുക. അതുപോലെ രണ്ടാമത്തെ ഒരു എക്സാമ്പിളാണ് തെര അമാട്ട എന്ന് പറയുന്നത്. തെര അമാട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഫ്രാൻസിൽ തന്നെയുള്ള ഒരു ഷെൽട്ടറാണ് കേട്ടോ. ഓക്കെ, എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മരങ്ങളും അതുപോലെ തന്നെ പുല്ലൊക്കെ കൊണ്ട് എന്താ പറയുക, അലങ്കരിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഷെൽട്ടറാണ്. അതൊരു ഗുഹ തന്നെയാണ് തെര അമാട്ട എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫുഡ് റിസോഴ്സ് കൂടുതലുള്ള സ്ഥലത്താണ് മനുഷ്യന്മാർ താമസിച്ചിട്ടുണ്ടായിരുന്നത്, കൂടുതലും കേവുകളിലായിരുന്നു. അപ്പോൾ ഈ 2 എക്സാമ്പിൾസ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഫ്രാൻസിലുള്ള ലസററ്റ് കേവും തെര അമാട്ട. ഇത് മാപ്പിലും ചോദിക്കാറുണ്ട്. അത് മാത്രമല്ല, ഇത് 1 വേർഡായിട്ട് മാച്ച് ദ ഫോളോവിങ് പല ചോദ്യങ്ങളായിട്ട് ഒക്കെ ഇത് വരാറുണ്ട്. 1 വേർഡ് ടൈപ്പിലാണ് വരിക കേട്ടോ. ലസററ്റ് കേവ് ഫ്രാൻസ്, തെര അമാട്ട ഫ്രാൻസ് തന്നെയാണ്. ആ 2 നെയിംസും കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം. ഇനി അടുത്ത് പറയുന്ന കാര്യം, ഫയർ ഇവരെന്തിനൊക്കെ യൂസ് ചെയ്തു. ഫയർ എന്ന് വെച്ചാൽ എന്താണ്, തീ അല്ലെ, അഗ്നി. തീ എന്തിനൊക്കെയാണ് ഇവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ അടുപ്പുകളുടെയൊക്കെ എന്താണ് എവിഡൻസ്, തെളിവുകൾ കിട്ടിയതുകൊണ്ടാണ് അവർ ഫയർ യൂസ് ചെയ്തിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക കേട്ടോ. അപ്പോൾ തീ ഉപയോഗിച്ചിട്ടുള്ള തെളിവ് എന്താണ്, അതെ, അടുപ്പുകൾ, ഹെർത്തുകളെന്ന് വെച്ചാൽ അടുപ്പുകളാണ്. ഹെർത്തുകളുടെ, ഈ നെരിപ്പോടുകളുടെയൊക്കെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അവർ തീ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ആദ്യകാലത്ത്. അപ്പോൾ ഫയർ എന്തിനൊക്കെ വേണ്ടി ഉപയോഗിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്തു, പാചകത്തിന്.
ഹാർഡനിങ് ആൻഡ് ഫ്ലാക്കിംഗ് ഓഫ് ടൂൾസ്. ഈ ആയുധങ്ങളൊക്കെ ഉണ്ടല്ലോ, മൂർച്ച കൂട്ടാനും ഷേപ്പ് വരുത്താനും അതിനൊക്കെ വേണ്ടിയിട്ട് ആയുധങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് അവർ ഫയർ യൂസ് ചെയ്തിരുന്നു. അടുത്ത പ്രൊട്ടക്ഷൻ ഫ്രം ദ അറ്റാക്സ് ഓഫ് വൈൽഡ് ആനിമൽസ്. വന്യമൃഗങ്ങളുടെ എന്താണ് ആക്രമണങ്ങളിൽ നിന്നും സ്വയം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ അവരെന്ത് ചെയ്തിരുന്നു, ഈ പറയുന്ന പോലെ തീ ഉപയോഗിച്ചിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഈ തീ ഉപയോഗിച്ചതോടുകൂടി തന്നെ എന്താകുന്നുണ്ട്, ആ കേവ് അവർ താമസിക്കുന്ന ഗുഹയ്ക്കകത്ത് വാംത്തും ലൈറ്റും കിട്ടി. എന്ന് പറയുമ്പോൾ ചൂടും അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് മാത്രമല്ല ലൈറ്റ്, നല്ല പ്രകാശം അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫയറിൻ്റെ യൂസസ് ചിലപ്പോൾ 2 മാർക്കിനൊക്കെ ചോദിക്കാം. അപ്പോൾ കുക്കിങ്ങിന് വേണ്ടിയിട്ടും ടൂൾസ് ഫ്ലാക്ക് ചെയ്യാനൊക്കെ ആയിട്ടും പിന്നെ വൈൽഡ് ആനിമൽസിൻ്റെ അറ്റാക്കിൽ നിന്നും സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടും കേവിനകത്ത് വാംത്തും ലൈറ്റും ചൂടും പ്രകാശമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും അവർ തീ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ ഈ ഒരു ടോപ്പിക്കിനകത്ത് പറയാൻ പോകുന്ന കാര്യം, ഇവർ ടൂൾസൊക്കെ എന്തായിരുന്നു, ഏതൊക്കെ ടൈപ്പ് ഓഫ് ടൂൾസാണ് ഇവർ ഉപയോഗിച്ചത്, ആയുധങ്ങൾ, വെപ്പൺസ് ഒക്കെ ഉണ്ടല്ലോ, എങ്ങനെയൊക്കെയുള്ളതായിരുന്നു ഇവർ യൂസ് ചെയ്തത്, എന്തിനൊക്കെ വേണ്ടി യൂസ് ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു പാരഗ്രാഫിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നോക്കാമല്ലോ എന്താണെന്നുള്ളത്. അപ്പോൾ ഈ ആദ്യകാലത്തെ മനുഷ്യർ എന്ത് ചെയ്തിരുന്നു, സ്റ്റോൺ ടൂൾസൊക്കെ ഇവർ ഉണ്ടാക്കുകയും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റോൺ ടൂൾസ് എന്ന് പറയുമ്പോൾ എന്താണ്, കല്ലിൽ, ഇതാ ഈ ഒരു പിക്ചർ കണ്ടില്ലേ, ഇതാ ഈ പിക്ചറിൽ കാണുന്ന പോലെ കല്ലിലൊക്കെ ഉള്ള ആയുധങ്ങൾ ഇവർ യൂസ് ചെയ്യും. കല്ലൊക്കെ ഷാർപ്പൺ ചെയ്ത് മൂർച്ച കൂട്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആയുധങ്ങളായിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് കുഞ്ഞു ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെ സ്റ്റോൺ ടൂൾസ് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് യൂസ് ചെയ്ത ഇതാണ് സ്പിയർ ത്രോവേഴ്സും ദെൻ ഓൾസോ ബോ. ഓക്കെ, മറ്റേ അമ്പും വില്ലും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. സ്പിയർ ത്രോവേഴ്സും പിന്നെ കുന്തം, ആ കാര്യങ്ങളൊക്കെ. സ്പിയർ ത്രോവേഴ്സും ബോയും ഒക്കെ, ബോ ആൻഡ് ആരോ. ഓക്കെ, ബോ ആൻഡ് ആരോ ഒക്കെ എന്തിനു വേണ്ടി യൂസ് ചെയ്തു, മൃഗങ്ങളെ വേട്ടയാടാൻ, മീൻസ് മൃഗങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബോ ആൻഡ് ആരോ ആണ് അമ്പും വില്ലും. മറ്റേ സ്പിയർ ത്രോവേഴ്സ് മറ്റേ കുന്തം അങ്ങനെ എന്തോ ആണ്. ഓക്കെ, എന്തായാലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവർ, ടൂൾസൊക്കെ അവർ മൃഗങ്ങളെ വേട്ടയാടാൻ വേണ്ടി ഉപയോഗിച്ചു. പിന്നെ എന്താണ്, ബോത്ത് മാൻ ആൻഡ് വിമണും എന്ത് ചെയ്തിരുന്നു, സ്റ്റോൺ ടൂൾസൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ഈ പറയുന്ന കല്ലുകൊണ്ടുള്ള വെപ്പൺസൊക്കെ അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, സ്ത്രീകൾ എന്തിനു വേണ്ടി യൂസ് ചെയ്തു എന്ന് ചോദിച്ചാൽ അവരുടെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, സ്വയം അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും അത് മാത്രമല്ല അവരുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു അവർ ടൂൾസ് മെയിനായിട്ട് യൂസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് മാത്രമല്ല, അവർ ഈ പറയുന്ന പോലെ നമ്മുടെ ഈ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇറച്ചി ഉണ്ടല്ലോ, ഇറച്ചിയിൽ നിന്നും എല്ലിനെ വേർതിരിക്കാൻ വേണ്ടിയിട്ട്, ഇറച്ചിയിൽ നിന്ന്, മീറ്റിൽ നിന്നും എല്ലിനെ വേർതിരിക്കാൻ വേണ്ടിയിട്ട്, ബോൺസിനെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പലതരത്തിലുള്ള ഈ പറയുന്ന പോലെ ആയുധങ്ങളൊക്കെ അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഇവർ സ്വിവിങ് നീഡിൽസ് കണ്ടെത്തി, മീൻസ് അതായത് സൂചിയാണ്, അതായത് എന്താണെന്നറിയോ, വസ്ത്രങ്ങളൊക്കെ നെയ്യാൻ വേണ്ടിയിട്ടുള്ള സൂചികൾ അവർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് കുറച്ചുകൂടി കഴിഞ്ഞതിന് ശേഷമാണ് പഞ്ച് ബ്ലേഡ് ടെക്നിക്കൊക്കെ അവർ കണ്ടെത്തുന്നത്. പഞ്ച് ബ്ലേഡ് ടെക്നിക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, മീൻസ് പഞ്ച് ബ്ലേഡ് ടെക്നിക്ക് വെച്ചിട്ട് അങ്ങനെയുള്ള പല ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സ്റ്റോൺ ടൂൾസിൻ്റെ കാര്യം, സ്പിയർ ത്രോവേഴ്സ്, ബോ ആൻഡ് ആരോ വെച്ച് ആനിമൽസിനെ കില്ല് ചെയ്തിരുന്നത്. പിന്നെ വിമനും മാനും എങ്ങനെയാണ് യൂസ് ചെയ്തതെന്നുള്ള കാര്യം. പിന്നെ മീറ്റിൽ നിന്നും ഇറച്ചിയിൽ നിന്നും എല്ല് വേർതിരിക്കാൻ വേണ്ടി അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്വിവിങ് നീഡിൽസ്, സൂചിയുടെ കാര്യം, പിന്നെ പഞ്ച് ബ്ലേഡ് ടെക്നിക്ക്. ഇത്രയും കാര്യങ്ങളാണ് അവരുടെ വെപ്പൺസ് ആൻഡ് ടൂൾസ് എന്ന് പറയുന്ന ഈ ഒരു പാരഗ്രാഫിനകത്ത് വരുന്നത്. ഇനി ഈ ഒരു കുഞ്ഞു പാരഗ്രാഫിൽ പറയുന്നത് ഇവരുടെ പെയിൻറ്റിങ്സിനെ പറ്റിയിട്ടാണ്. നമ്മൾ പറഞ്ഞു ആദ്യകാലത്ത് മനുഷ്യന്മാർ താമസിച്ചത് ഗുഹകളിലായിരുന്നു, കേവ്സിലായിരുന്നു എന്ന്. അപ്പോൾ ഈ കേവ്സിനകത്ത് താഴെ കാണുന്ന പോലെ ഒരുപാട് ചിത്രങ്ങൾ, അല്ലേ, ചിത്രങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആർക്കിയോളജിസ്റ്റൊക്കെ ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ കൂടുതലായിട്ട് ഈ കേവ്സിലായിരുന്നു പലതരത്തിലുള്ള പെയിൻറ്റിങ്സ് കണ്ടെത്തിയിരുന്നത്. അതിന് എക്സാമ്പിളാണ് ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഒന്ന്, ഫ്രാൻസിലുള്ള ലാസ്കോക്സ് ആൻഡ് ചൗവറ്റ് കേവ്സ് ആണ് പറയുന്നത്. ഓക്കെ, ഫ്രാൻസിലുള്ള ലാസ്കോക്സും ചൗവറ്റും. ഓക്കെ, ഇത് 2 പ്ലേസുകളാണ് കേട്ടോ, 2 ഗുഹകളാണ്. മീൻസ് എവിടെ നിന്നൊക്കെ പെയിൻറ്റിങ്സ് ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്, ചിത്രകലകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, ഏതാണ് ഫ്രാൻസിലുള്ള ലാസ്കോക്സ് ആൻഡ് ചൗവറ്റ്. ഓക്കെ, ലാസ്കോക്സ് ആൻഡ് ചൗവറ്റ് ഇൻ ഫ്രാൻസ്. അതുപോലെ തന്നെ സ്പെയിനിലുള്ള അൾത്താമീര. ഓക്കെ, സ്പെയിനിലുള്ള അൾത്താമീര. ഓക്കെ, ഇത് രണ്ടും, ഈ 2 സൈറ്റുകളുടെ പേരുകളും ഓർത്തിരിക്കുക, 1 വേർഡിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഫ്രാൻസിൻ്റെ എന്താണ് ലാസ്കോക്സ് ആൻഡ് ചൗവറ്റ് കേവ്സും പിന്നെ സ്പെയിനിലുള്ള അൾത്താമീര. ഇത് മാപ്പ് ക്വസ്റ്റ്യനായിട്ടും അതുപോലെ തന്നെ 1 വേർഡ് മാച്ച് ദ ഫോളോവിലൊക്കെ നമ്മൾ ഫസ്റ്റ് പഠിച്ച 2 പറഞ്ഞില്ല, അതുപോലെ തന്നെ ഇതും അങ്ങനെ കണ്ടിന്യൂസ്ലി ചോദിക്കാറുണ്ട്. ലാസ്കോക്സ് ആൻഡ് ചൗവറ്റ് ഇൻ ഫ്രാൻസും അൾത്താമീര ഇൻ സ്പെയിനും. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിൻ്റെ കൺക്ലൂഷനാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മളിവിടെ ആദ്യകാലത്തുള്ള മനുഷ്യരുടെ ഉത്ഭവം, അവരെങ്ങനെ ജീവിച്ചു എന്നുള്ള കാര്യമൊക്കെയാണ് പറഞ്ഞു വന്നത്. അപ്പോൾ ഇവിടെ കൺക്ലൂഡിംഗ് ആയിട്ട് പറയുന്ന കാര്യം എന്ന് പറയുമ്പോൾ പിൽക്കാലത്ത് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതായിരുന്നു. കാരണം കുറേ വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസൊക്കെ, മൃഗങ്ങളെയൊക്കെ ഇണക്കി വളർത്താനായിട്ട് അവർ ആരംഭിച്ചത്. അതുപോലെ തന്നെ ചെടികൾ നടാനും കൃഷിയിലോട്ടും ഒക്കെ അവർ ആരംഭിച്ചിട്ടുണ്ടായിരുന്നതൊക്കെ പിൽക്കാലത്തായിരുന്നു. അതായത് ഒരു ഫേസ് കഴിഞ്ഞതിന് ശേഷമായിരുന്നു, 2ാം ഘട്ടമായിട്ടായിരുന്നു ഇതെല്ലാം
ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസും അതുപോലെ തന്നെ അഗ്രികൾച്ചറും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്താണ് നമ്മുടെ മനുഷ്യരുടെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായിട്ടാണ് പറയുന്നത്. പ്രത്യേകിച്ചും ഈ ഫുഡ് പ്രൊഡക്ഷൻ, അതായത് എന്താണ് ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ സ്റ്റാർട്ട് ചെയ്തതൊക്കെ ഒരു വലിയൊരു ഇവൻ്റ് ആയിട്ട് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. പിന്നെയാണ് അവർ പതിയെ ഏറ്റവും ലാസ്റ്റാണ് അവർ എന്താണ് ഈ കൃഷിയിടങ്ങളിലൊക്കെ അവിടെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് സെറ്റിൽ ചെയ്യാനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സ്ഥിരമായിട്ട് അവർ താമസിക്കാനും സ്ഥിരമായിട്ട് പാർപ്പിടം ഉണ്ടാക്കി താമസിക്കാനും ഒക്കെ ആരംഭിച്ചതും പിന്നീടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിനൊക്കെ മുന്നുള്ള ഒരു ഫേസാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലുടനീളം പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത്. ഇത് അതിനുശേഷം സംഭവിച്ച കാര്യങ്ങളാണ് ഈ കൺക്ലൂഡിങ് പാരഗ്രാഫിൽ കൊടുത്തിട്ടുള്ളത്. ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസും അഗ്രികൾച്ചറും പിന്നെ അവർ കണ്ടിന്യൂസ് ആയിട്ട് ഒരിടത്ത് തന്നെ സെറ്റിൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക.